കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിന്റെ പ്രത്യേകത എന്താണ്? ഇതിനകത്ത് കോൺട്രിബ്യൂട്ടറി നാഷണൽ പെൻഷൻ സ്കീമിൽ അഥവാ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ അവരുടെ വക ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നു. കേരള സംസ്ഥാനത്താണെങ്കിൽ അത് 10%. നാരായണ കമ്മിറ്റി അത് 14% വർദ്ധിപ്പിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. എംപ്ലോയീസ് ആണെങ്കിൽ 10%, അവരുടെ ശമ്പളത്തിന്റെ 10%ആണ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിലേക്ക് കൊടുക്കേണ്ടത്. എന്താണ് യൂണിഫൈഡ് പെൻഷൻ സ്കീമും ഈ നാഷണൽ പെൻഷൻ സ്കീമും തമ്മിലുള്ള വ്യത്യാസം? നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് ഞാൻ തൊട്ടു മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനകത്ത് ഈ എംപ്ലോയീസിന്റെ വക കോൺട്രിബ്യൂഷൻ 10%, 10%-ലോ ഏറെയോ അല്ലെങ്കിൽ 10%-മോ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ അങ്ങനെയാണ് നടത്തുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ ആ കാര്യത്തിലൊക്കെ കുറച്ച് മാറ്റമുണ്ട്. എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ 10%-ൽ നിൽക്കും. അതേ സമയത്ത് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ അതിൽ പറഞ്ഞിരിക്കുന്ന ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന 18.5%. ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ ഇല്ലാതിരുന്ന മറ്റു ചില ഗുണങ്ങൾ കൂടി ഈ പെൻഷൻ സ്കീമിൽ ഉണ്ട്. അത് എന്തൊക്കെ പെൻഷൻ സ്കീമാണ്? കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ 10% സംസ്ഥാനവും 10% തൊഴിലാളികളുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ 18.4%ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, അപ്പം നമ്മൾ ചോദിക്കും, അപ്പൊ എവിടെയാ ഫിസ്ക്കൽ പ്രൂഡൻസ്? ഫിസ്ക്കൽ പ്രൂഡൻസും അവിടെ പറയുന്നുണ്ട്. അതായത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വേണം ഈ 18.4% എന്നുള്ളത് അതിനേക്കാൾ കുറയ്ക്കാൻ സംസ്ഥാന ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ കഴിയണം. അതായത് ആ ഒരു ലിവറേജ് അവിടെ ഇട്ടിട്ടാണ് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നടത്തിയിരിക്കുന്നത്. അത് 12 ആക്കാം, അല്ലെങ്കിൽ നാരായണ കമ്മിറ്റി കേരളത്തിൽ പറഞ്ഞതുപോലെ അത് 14 ആകാം. അതും അല്ലെങ്കിൽ അത് അതിനെ 10 തന്നെയായി ഒരു കാലഘട്ടത്തിൽ വലിയ ധന പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ അത് 10%-ൽ തന്നെ നിജപ്പെടുത്താം. അത് ഗവൺമെന്റിന് വിടുന്നു. ഇനി എന്തായാലും ഇത് തൊഴിലാളികൾക്ക്, അതായത് സർവീസിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ഭാരം, അവരുടെ കോൺട്രിബ്യൂഷൻ കൂടുന്നില്ല. അതേസമയത്ത് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷനാണ് കൂടണം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി കോൺട്രിബ്യൂട്ടറി പെൻഷനാണെങ്കിൽ വേറെ ഒരു വലിയ അപകടമുള്ളത് PFRDA, അതായത് പ്രൊവിഡന്റ് ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ആ അതോറിറ്റി ആണ് ഈ ഫണ്ട് മാനേജ് ചെയ്യേണ്ടത്. ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടും ഗവൺമെന്റ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടും കൂടി ചേർന്നിട്ട് പ്രൊവിഡന്റ് ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഒരു ബോഡി, ആ ബോഡിയാണ് അത് മാനേജ് ചെയ്യേണ്ടത്. എവിടെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്? ഇത് മാനേജ് ചെയ്യേണ്ടി വരുന്നത് മിക്കവാറും സ്റ്റോക്ക് മാർക്കറ്റിലാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഏരിയയിൽ. അതായത് ഇത് റീപ്രൊഡക്റ്റീവ് ആകും എന്ന രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോ മറ്റതുപോലെയുള്ള ഏജൻസികളിലോ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഡൈവേഴ്സിഫൈഡ് ആയിട്ട്, അതായത് പലതിൽ മുറിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ഈ ഫണ്ട് മാനേജ്മെന്റ് നടത്താൻ പറ്റും. അങ്ങനെ നടത്തുകയാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൽ ഉള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ബെനിഫിറ്റ് ഈ പറയപ്പെട്ട നാഷണൽ പെൻഷൻ സ്കീമിൽ അഥവാ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ വ്യക്തികൾക്ക് ലഭ്യമാകും. ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് ചെല്ലുന്ന പണം അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പെൻഷൻകാർക്ക് വലിയ ബോണൻസ ഉണ്ടാകുമോ വലിയ ഇടിവുണ്ടാകുമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഈ പ്രൊവിഡന്റ് ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നല്ലവണ്ണം ഇത് നടത്തിക്കൊണ്ടു പോകണം എന്ന് ആലോചിച്ച് ചെയ്യുന്ന ഒരു മേധാവിയും ഒരു കമ്പനിയുമാണ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ശരിക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ് ലാഭകരം. നല്ലവണ്ണം നോക്കിയിരുന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ബുള്ളിഷും ബെയറിഷും ആകുന്നതിലേക്ക് സ്വന്തം കൈ കടത്താതെ അതിൻ്റെ വരവനുസരിച്ച് അതിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് ഞാൻ ഒന്നിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേറൊന്നിലേക്ക് മാറ്റി അങ്ങനെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഷെയർ ബ്രോക്കറുടെ റോള് ഈ PRDFA ചെയ്യുകയാണെങ്കിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻകാർക്കായിരിക്കും വളരെ വലിയ ലാഭം ഉണ്ടാവുക. പക്ഷേ അങ്ങനെ പലരും ചെയ്യണമെന്നില്ല. നമുക്കറിയാം ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നടക്കുന്ന, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും. അതുകൊണ്ടാണല്ലോ ജോൺ മേനാർഡ് കെയ്ൻസ് പറഞ്ഞത് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിച്ച് നിർത്തിയാൽ അത് വളരെ നല്ലതാണ്. പക്ഷേ നിയന്ത്രണത്തിൽ നിർത്തിയില്ലെങ്കിൽ അത് ഒരു ചൂതാട്ട കേന്ദ്രം പോലെയാണ്. ആ ചൂതാട്ടത്തിന്റെ ചുഴിയിൽ മുങ്ങി സമ്പദ്ഘടന തന്നെ ഇല്ലാതെയാകും എന്നാണ്
ജോൺ മെനാർഡ് കെയ്ൻസ് തൻ്റെ വളരെ പ്രശസ്തമായ ജനറൽ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താം ഈ കാര്യത്തിൽ അങ്ങനെ തീർത്തു ഉറപ്പുവരുത്താൻ പറ്റില്ല. ആ ഒരു സംശയത്തിന്റെ നിഴൽ അവിടെ കിടപ്പുണ്ട്. കാരണം ദാറ്റ് ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണ് PRDFA ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ നല്ല കരങ്ങളിൽ ഈ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ആളാണ് ഈ മാധബി ബിച്ചു. അവരെ പറ്റിയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വളരെ അപകടകരമായ പ്രവണതകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ കാണിച്ചാൽ ഈ പറയപ്പെട്ട PRDFAയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കും നമുക്ക് അങ്ങനെയൊക്കെ കാണിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അപകടം മണക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നന്നായി പോവുകയും ചെയ്യും. അപ്പം എങ്ങനെ വരും ബാക്കി കാര്യങ്ങൾ? അങ്ങനെ ഇത് വിപണിക്ക് വിടുന്നു. നാഷണൽ യൂണിഫൈഡ് പെൻഷൻ സ്കീം, അതാണ് നാഷണൽ പെൻഷൻ സ്കീമിനേക്കാൾ വ്യത്യാസമുള്ളത്. യൂണിഫൈഡ് പെൻഷൻ സ്കീമിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. അതായത് ഇത് ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും സാധാരണ രീതിയിൽ ശരിയായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇത് നടത്താൻ സാധ്യതയുള്ളത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും സപ്പോസ് അതും മാധബി ബിച്ചുവിനെ പോലെ ചെയ്യുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ പോലും പെൻഷൻകാർക്ക് വലിയ ആകുലതകൾക്കുള്ള സാധ്യതയില്ല. എന്താ കാരണം? ഇവിടെ ഒരു മിനിമം പെൻഷൻ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സാലറിയിൽ നിന്ന് 10% വീതം പിടിക്കണം. അതേസമയത്ത് ഗവൺമെന്റ് 18.5% കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഒരു ജീവനക്കാരൻ 10% കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് പകരം ഗവൺമെന്റ് 18.5% കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. 60 വയസ്സിലാണ് വിരമിക്കുന്നത്. അവർക്ക് ഒരു ഫാമിലി പെൻഷൻ ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ കുറഞ്ഞ പെൻഷൻ 11,500 രൂപയാണ്. അതേസമയത്ത് യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ കുറഞ്ഞ പെൻഷൻ 10,000 രൂപയാണ്. ഇനി മറ്റൊന്ന്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലാണെങ്കിൽ കമ്മ്യൂട്ടിംഗ് സമ്പ്രദായമുണ്ട്. അതേസമയത്ത് ആ സമ്പ്രദായം അതേ രീതിയിൽ തന്നെ ഈ പറയപ്പെട്ട യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ ഇല്ല. എങ്കിലും അവിടെയും ഒരു ലംസം എമൗണ്ട് ജീവനക്കാരന് കിട്ടത്തക്ക പദ്ധതിയുണ്ട്. അത് പക്ഷേ കമ്മ്യൂട്ടേഷൻ, അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലെ കമ്മ്യൂട്ടേഷൻ രീതി പോലെ അല്ലെന്ന് മാത്രം, കുറച്ചും കൂടി വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ സൗജന്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജീവനക്കാരായിരുന്ന കാലത്തുള്ള ശമ്പളം വളരെ നേരിയ ശമ്പളമായിരുന്നു. ആ ശമ്പളത്തിൽ മാറ്റം വന്നത് 1997-98 കേന്ദ്ര ശമ്പള പരിഷ്കരണം, 5ാം ശമ്പള പരിഷ്കരണം വഴിയാണ് ഈ റെഗുലർ ശമ്പളത്തിൽ മാറ്റം വരുന്നത്. അതായത് അന്ന് 40% മുതൽ 60% വരെയുള്ള വർധനവാണ് ഒറ്റയടിക്ക് ഉണ്ടാക്കിയത്. അതിനെ തുടർന്ന് സംസ്ഥാനങ്ങളും ആ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോയി. അങ്ങനെ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോകുന്നത് വരെ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ശമ്പളമായി കിട്ടിക്കൊണ്ടിരുന്നത് ചെറിയ തുകയായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയെ പെൻഡപ്പ് സാലറി എന്നായിരുന്നു അതിന്. ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് വേറൊരു വാക്കായിട്ട് ബദലായിട്ട് ഉപയോഗിച്ചിരുന്നത് പെൻഡപ്പ് സാലറി, അതായത് പിടിച്ചു വയ്ക്കപ്പെട്ട ശമ്പളം. അതാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനായിട്ട് കിട്ടുന്നത് എന്നായിരുന്നു അതിന്റെ ലിഖിതങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പം ആ പ്രയോജനം ഇവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, UGC ശമ്പള സ്കെയിലുകളൊക്കെ വന്നതോടുകൂടി, അതുപോലെ ഗവൺമെന്റിന്റെ ഈ 97-98 ശമ്പള പരിഷ്കരണത്തോടുകൂടി സംസ്ഥാന ജീവനക്കാർക്ക്, അതുപോലെ കോളേജ് അധ്യാപകർക്ക് ഒക്കെ ഉയർന്ന ശമ്പള സ്കെയിലും ഒക്കെയാണ്. എല്ലാം കൂടി വളരെ വലിയ ഉയർന്ന ഒത്തിരി വ്യത്യാസമുണ്ട് ആ ശമ്പളത്തിൽ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങിക്കുന്നവരുടെ അവസാനം കിട്ടിയ ശമ്പളവും ഈ പറയപ്പെട്ട UGC സ്കീമും 1997-98 ശമ്പള പരിഷ്കരണത്തിന് ശേഷം വരുന്ന ശമ്പള പരിഷ്കരണങ്ങളുടെ ഫലമായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ജീവനക്കാരും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരും ഒക്കെ വാങ്ങിക്കുന്ന ശമ്പളവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട കമ്മ്യൂട്ടേഷൻ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ രീതിയിലുള്ള കമ്മ്യൂട്ടേഷൻ ഇപ്പോൾ ലഭ്യമല്ല. കാരണം ഞാൻ പറഞ്ഞത് തന്നെ, ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ശമ്പളം വെച്ച് തന്നെ പറയാം. ഞാൻ 35 വർഷത്തെ സേവനത്തിന് ശേഷം ഗവൺമെന്റ് സർവീസിൽ നിന്ന് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്യുന്ന നേരത്തെ ലാസ്റ്റ് ഞാൻ വാങ്ങിച്ച ശമ്പളം 29,000 രൂപയായിരുന്നു, 29,000 രൂപ. അപ്പോൾ അന്ന് കമ്മ്യൂട്ട് ചെയ്താൽ തന്നെ കിട്ടുന്നത് ഒരു ചെറിയ തുകയാണ് കിട്ടുന്നത്, അതല്ലാതെ ഒരുപാട് കിട്ടില്ല. മറിച്ച് ഞാൻ റിട്ടയർ ചെയ്തതിൻ്റെ അടുത്ത വർഷം സർവീസിൽ കയറുന്ന ആദ്യ ശമ്പളം 42,000 രൂപയായിട്ട് ഉയരുന്നു. അപ്പൊ ആ 42,000 രൂപയായിട്ട് ഉയരുന്നവർ ലക്ഷങ്ങളാണ് അവസാനം 10, 30, 35 വർഷം ശമ്പളം
ജോലി ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ലക്ഷങ്ങളായിരിക്കും, 2 ലക്ഷമോ 2.5 ലക്ഷമോ ഒക്കെ ആയിരിക്കും മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയൊക്കെ കമ്മ്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഖജനാവ് തന്നെ മുടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ കമ്മ്യൂട്ടേഷനിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. കമ്മ്യൂട്ടേഷൻ വളരെ ചെറിയ തോതിലേ പറ്റൂ എന്ന രീതിയിലേക്ക് മാറ്റിയത്. അപ്പൊ അതൊക്കെ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽക്കാര് എടുത്തുയർത്തി കാണിച്ച വലിയ അപകടങ്ങളായിരുന്നു. സത്യത്തിൽ അത് അപകടമല്ല. സംസ്ഥാന ഖജനാവിനെ കശാപ്പ് ചെയ്യാതിരിക്കാനുള്ള മുൻകരുതൽ മാത്രമാണ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ. കാരണം വലിയ ശമ്പളം മേടിക്കുകയാണ്. വലിയ ശമ്പളം മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ വലിയ കമ്മ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ സിസ്റ്റംസ് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രത്യേക പെൻഡപ്പ് സാലറി എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. അതായത് മാറ്റിവെക്കപ്പെട്ട സാലറി, കൊടുക്കാതെ പിടിച്ചു വെക്കപ്പെട്ട സാലറി, ജീവനക്കാർക്ക് അപ്പോഴപ്പോ കൊടുക്കാതെ പിടിച്ചു വെക്കപ്പെട്ട സാലറി എന്ന ഒരു കോൺസെപ്റ്റാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷന്റെ മുകളിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകതകള്, അതായത് ജീവനക്കാർ വിഹിതം നൽകേണ്ടതില്ല. അതായത് ജീവനക്കാരുടെ വക ഒരു വിഹിതമില്ല, ഗവൺമെന്റിന്റെ വകയും ഒരു വിഹിതമില്ല. മറിച്ച് ഈ പറയപ്പെട്ട യൂണിഫൈഡ് പെൻഷൻ സ്കീമിലാണെങ്കിൽ ജീവനക്കാർ 10% കൊടുക്കണം. അതേ സമയത്ത് സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ 18.5% കൊടുക്കണം. അവരുടെ ഈ ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ 10% അവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ ശമ്പളത്തിന്റെ 18.5% ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുറഞ്ഞ പെൻഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ജീവനക്കാർക്ക് 11,500 രൂപയായിരുന്നു. അതേ സമയത്ത് യൂണിഫൈഡ് പെൻഷൻകാർക്ക് 10,000 രൂപയാണ് കുറഞ്ഞ പെൻഷൻ. അതുപോലെ കമ്മ്യൂട്ടേഷൻ സംവിധാനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ശമ്പളം വാങ്ങുന്നത് കൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്കുള്ള കമ്മ്യൂട്ടേഷൻ സമ്പ്രദായം ഈ പറയപ്പെട്ട യൂണിഫൈഡ് പെൻഷൻ സ്കീമിലില്ല. പക്ഷെ അവർക്കും ഒരു ലംസം കിട്ടത്തക്ക രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നത് വേറെ ഇക്വേഷനോട് കൂടിയാണ്. ഒരു ലംസം അവർക്കും അവസാനം കയ്യിൽ കിട്ടും. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ, ഗ്രാറ്റുവിറ്റിക്ക് അർഹതയില്ല യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ. അതുപോലെ തന്നെ വിരമിക്കൽ പ്രായം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആണെങ്കിൽ 56 വയസ്സാണ്. അതേ സമയത്ത് യൂണിഫൈഡ് പെൻഷൻ സ്കീം ആണെങ്കിൽ 60 വയസ്സാണ് വിരമിക്കൽ പ്രായം. യൂണിഫൈഡ് പെൻഷൻ സമ്പ്രദായത്തിലേക്ക് ഒന്നുകൂടി പോവുകയാണെങ്കിൽ ജീവനക്കാർ സംഭാവന ചെയ്യുന്നത് 10%. അതേ സമയത്ത് സർക്കാർ സംഭാവന ചെയ്യേണ്ടത് 18.5%. അത് പക്ഷേ നിർബന്ധമല്ല. 18.5% നിന്ന് സംസ്ഥാനമാവട്ടെ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ആകട്ടെ ധനപ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് എങ്കിൽ അതിനനുസരിച്ച് ഈ 18.5 എന്നുള്ളത് അതിനേക്കാൾ കുറച്ച് കൊണ്ടുവരാൻ അവകാശമുണ്ട്. ഗവൺമെന്റ് ഏതു തരം ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റിനാകും. പിന്നെ അതുപോലെ കുടുംബ പെൻഷൻ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ 50% കുടുംബ പെൻഷനായിട്ട് കൊടുക്കുന്നത്. അതേ സമയത്ത് ഇവിടെ, അതായത് ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ 60% പെൻഷനായിട്ട്, കുടുംബ പെൻഷനായിട്ട് നൽകുന്നത്. അപ്പം അങ്ങനെ, അതായത് കുറഞ്ഞ പെൻഷൻ 10,000 രൂപയാണ്. മറിച്ച് അവിടെയാണെങ്കിൽ അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണെങ്കിൽ കുറഞ്ഞ പെൻഷൻ 11,500 ഇവിടെ അത് 10,000. ചെറിയ അവിടെ ഒരു വ്യത്യാസമുണ്ട്, 1,500 രൂപയുടെ വ്യത്യാസം. അതെ, 1,500 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ ചില വ്യത്യാസം ഒഴിച്ചാൽ ഈ പറയപ്പെട്ട യൂണിഫൈഡ് പെൻഷൻ സ്കീം സേഫ് ആണ്. ഇതില് സേഫ് അല്ലാത്ത ഒരേ ഒരു കാര്യം, ഈ ഫണ്ട് പ്രൊവിഡന്റ് ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവിടെയുള്ള മാനേജ്മെന്റ് നന്നായി പോവുകയാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിനേക്കാൾ ഒരുപാട് നല്ലതാണ് ഈ പറയപ്പെട്ട യൂണിഫൈഡ് പെൻഷൻ സ്കീം. പക്ഷേ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ മാധവി ബിച്ചുവിനെ പോലെ ഷെൽ കമ്പനികൾ വഴിയായിട്ടൊക്കെ കളി നടത്താം എന്ന് വെച്ചാൽ അത് ജീവനക്കാരെയാണ് ബാധിക്കുക. അപ്പം എപ്പോഴും ഒരു കണ്ണ് ഈ പ്രൊവിഡന്റ് ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫണ്ട് മാനേജ്മെന്റ് എങ്ങനെയാണ് എന്നതിനെ പറ്റി എല്ലായ്പ്പോഴും വളരെ കൃത്യതയോടെ നോട്ടം ഉണ്ട് എങ്കിൽ, മോണിറ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലവണ്ണം അത് മോണിറ്റർ ചെയ്ത് അത് നല്ലവണ്ണം നടത്തിക്കൊണ്ടു പോകാം. അങ്ങനെയാണെങ്കിൽ വളരെ യൂണിഫൈഡ് പെൻഷൻ സ്കീം തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിനേക്കാളും നല്ലത്. അപ്പം എനിക്ക് തോന്നുന്നു അത്തരം ഒരു സ്കീം നന്നായി ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസിന് ഗുണകരമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകാനും സാധ്യതയില്ല. അത് മാത്രവുമല്ല, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിലെ എല്ലാ പ്രയോജനങ്ങളും ഇവിടെ ഉണ്ട്.
ചില ചെറിയ വ്യത്യാസം മാത്രം. പക്ഷെ ആ ചെറിയ വ്യത്യാസം നമ്മൾ എടുത്തു കാണിക്കുമ്പോൾ ഓർക്കണം, അവിടെ റിട്ടയർമെന്റ് പ്രായം 56 വയസ്സാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ, ഇവിടെ റിട്ടയർമെന്റ് പ്രായം 60 വയസ്സാണ്. അപ്പൊ എന്ത് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാലും ആ വ്യത്യാസത്തെ ഓവർകം ചെയ്യത്തക്ക, അതിജീവിക്കത്തക്ക രീതിയിലുള്ള പ്രയോജനങ്ങളാണ് ഈ പറയപ്പെട്ട യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം മിസ്റ്റർ സോമനാഥൻ ചെയ്തത് വലിയ ഒരു കാര്യമാണ്. അതായത് സംസ്ഥാനത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ ധനപ്രതിസന്ധിയോ ഇപ്പോഴത്തെ ഫിസ്ക്കൽ സിറ്റുവേഷൻ, ഇന്ത്യ ഗവൺമെന്റ് ഫിസ്ക്കൽ സിറ്റുവേഷൻ അത്ര തൃപ്തികരമല്ല, അത്ര പോലും തൃപ്തികരമല്ല പല സംസ്ഥാനങ്ങളുടെയും. അതേ സമയത്ത് വളരെ തൃപ്തികരമായി പോകുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ സെനാറിയോ, അതായത് ധന പ്രതിസന്ധി ഒന്നുമില്ല, നല്ല തെളിഞ്ഞ സിറ്റുവേഷനാണ് മറ്റ് എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും, കേരളം ഒഴികെ. ആ സമയത്ത് വെസ്റ്റ് ബംഗാൾ ഇപ്പോഴും പ്രശ്നത്തിലാണ്. അതുപോലെ വേറെയും ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രശ്നമുള്ളതുകൊണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വലിയ തോതിൽ, അതായത് ഇപ്പോൾ തന്നെ 4.9% ആണ് ധനക്കമ്മി. അത് 3%-ത്തിലാണ് FRBM ആക്ട് നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഗവൺമെന്റുകൾ എങ്ങനെ തീരുമാനിക്കുന്നു, എങ്ങനെ ഈ പ്രൊവിഡന്റ് ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഗുണദോഷങ്ങൾ. പൊതുവെ പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിനേക്കാൾ വളരെ നല്ല സ്കീമാണ്. അതിന്റെ അപാകതകളൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് സാധാരണക്കാർക്ക്, അതായത് ഒരു ജീവനക്കാരന്, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരനാണെങ്കിലും ഇന്ത്യയിൽ എവിടെയുമുള്ള ഒരു ജീവനക്കാരന് ആശ്വാസം പകരുന്ന ഒരു മാറ്റമാണ് കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ ഉണ്ടായിരുന്ന സന്നിഗ്ധാവസ്ഥ. അതിനകത്ത് ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. ആ അൺസർട്ടനിറ്റീസിനൊക്കെ ഒരു വലിയ പരിധി വരെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കൃത്യതയോടുകൂടി ഇത്ര ഇൻകം കിട്ടും എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സ്കീമാണ് ഈ പറയപ്പെട്ട യൂണിഫൈഡ് പെൻഷൻ സ്കീം. അതുകൊണ്ട് തന്നെ ഇത് തൊഴിലാളികളെ, അതായത് ജീവനക്കാരെ, കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ആകട്ടെ ജീവനക്കാരെ സംതൃപ്തരാക്കും. അവരിത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെയും ഒരു കുറച്ച് പ്രശ്നമുള്ളത് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ധന അവസ്ഥയ്ക്കാണ്. കാരണം ഈ 18.5% അവർ ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ആ ഒറ്റ മാനദണ്ഡം മാത്രം വെച്ച്. പക്ഷെ ആ മാനദണ്ഡത്തിൽ ഗവൺമെന്റുകൾക്ക് സ്വന്തം സ്ഥിതി അനുസരിച്ച് മാറ്റം വരുത്താം എന്നുള്ള ഒരു മാനദണ്ഡം സോമനാഥൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് ദോഷം ചെയ്യില്ല എന്ന് തന്നെ, സമ്പദ്ഘടനയെ ഒരു തരത്തിലും ദോഷം ചെയ്യില്ല എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ജീവനക്കാരുണ്ടായിരിക്കുന്നത്, ജീവനക്കാർക്കും, അതായത് ഈ ഗവൺമെന്റിന്റെ നടത്തിപ്പിനും, ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റിന്റെ നടത്തിപ്പിന് സംസ്ഥാന തലത്തിൽ ജീവനക്കാരുണ്ടാകണം, അതുപോലെ കേന്ദ്രത്തിലും ജീവനക്കാരുണ്ടാകണം. അപ്പൊ ജീവനക്കാരുടെ കാര്യക്ഷമത, ജീവനക്കാരുടെ അർപ്പണബുദ്ധി, ഇതൊക്കെ തന്നെയാണ് ഗവൺമെന്റുകളുടെ കാര്യക്ഷമതയും ഗവൺമെന്റുകളുടെ അർപ്പണബുദ്ധിയും ഒക്കെയായി വരുന്നത്. ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ എടുക്കുന്നെങ്കിൽ, നയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ പറയപ്പെട്ട ജീവനക്കാരുടെ കഴിവുകേടും കൂടി കാരണമാണ്. അപ്പം അങ്ങനെ വരാതെ നല്ല ഒരു ഗവൺമെന്റ്, നല്ല ഒരു പറ്റം ജീവനക്കാർ, കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും, അതായിരിക്കണം ഡെമോക്രസിയുടെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യം. അങ്ങനെ ജീവനക്കാരെയും ഗവൺമെന്റിനെയും സമർത്ഥരാക്കി കാര്യക്ഷമതയുള്ളവരാക്കി നിലനിർത്തണമെങ്കിൽ അത്ര തന്നെ കാര്യക്ഷമതയുള്ള പൗരന്മാരുടെ ഒരു നിര ഉണ്ടായിരിക്കണം. അവർ കാര്യങ്ങളെ നിജസ്ഥിതിക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യണം. അതിനനുസരിച്ച് ഗവൺമെന്റുകളെ തീരുമാനിക്കാനും ഗവൺമെന്റുകളെ നിയന്ത്രിക്കാനും അവരുടെ കരങ്ങൾ ഉയർന്നു വരികയും ചെയ്യണം. അപ്പോൾ പെൻഷനോ ശമ്പളമോ ഒന്നും ഗവൺമെന്റുകളെ ധനപ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയില്ല. ഗവൺമെന്റുകൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും അതിനനുസരിച്ച് ശക്തരായിരിക്കണം. ജീവനക്കാർ ആവശ്യപ്പെടുന്ന എല്ലാം അവരുടെ താല്പര്യം അനുസരിച്ച് വിട്ടുകൊടുക്കുന്ന, ട്രേഡ് യൂണിയൻ മാഫിയയ്ക്ക് വിധേയരാകുന്ന ഒരു ഗവൺമെന്റും ഒരു ക്ഷേമരാഷ്ട്രത്തിനോ ഒരു ഡെമോക്രസിക്കോ ഭൂഷണമല്ല.